ഈ വെള്ളത്തിനടിയിൽ എന്താ ഒളിച്ചിരിക്കുന്നതെന്ന് നമുക്ക് നമ്മുടെ മൈൻഡ് വെച്ച് തപ്പി നോക്കിയാലോ. ഇന്ന് വന്ന സ്പോട്ട് ഇതാണ്. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? നമ്മുടെ ഫ്രണ്ടിൽ ഫുള്ള് ചതുപ്പാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ അടുത്ത് നിന്നാണ് കാസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഹെവി ഐറ്റം ഇവിടുന്ന് കിട്ടിയാലോ. നമ്മൾ നിൽക്കുന്നതിൻ്റെ ഫ്രണ്ടിൽ ഫുള്ള് ചതുപ്പാണ്. ഫുള്ള് പുല്ലിങ്ങനെ കയറി കിടക്കുന്നതാണ്. ഇവിടെ ചവിട്ടിയാൽ നമ്മൾ താന്നു പോകും. ആദ്യം നമ്മളൊന്ന് ചവിട്ടി നോക്കിയപ്പോൾ നമ്മുടെ കാല് താന്നു പോയായിരുന്നു. കാരണം ഫുള്ള് മാത്രമേ ഉള്ളൂ, അടിയിൽ മണ്ണും കാര്യങ്ങളൊന്നുമില്ല. അപ്പം നമുക്ക് നോക്കാം എന്താണ് നമ്മളെക്കാത്ത് വെള്ളത്തിനടിയിൽ ഒളിച്ചിരിക്കുന്നത്. പതുക്കെ പതുക്കെയാണ് നമ്മൾ നമ്മുടെ മൈൻഡ് തിരിച്ചു വലിക്കുന്നത്. എന്തെങ്കിലും ഹെവി ഐറ്റം ഉണ്ടെങ്കിൽ നമുക്കതിൻ്റെ നിന്ന് മിസ്സായാലോ. നമ്മുടെ ഐറ്റം എന്താണെങ്കിലും കയറി വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ കാസ്റ്റിങ്ങിൽ കിട്ടിയത് എന്തോ ഒരു വെറൈറ്റി മെറ്റലാണ്. ഇത് കണ്ടിട്ട് അത്യാവശ്യം നല്ല വഴക്കമുണ്ടെന്ന് തോന്നുന്നു. നിറയെ തുരുമ്പോളും കാര്യങ്ങളുണ്ട്. ഇതെന്താണെന്ന് അറിയത്തില്ല. അത്യാവശ്യം നല്ല കട്ടിയുള്ള മെറ്റലാണ്. ഇച്ചിരി ഷാർപ്പാണ്. ഇതിൻ്റെ രണ്ട് എഡ്ജും നല്ല ഷാർപ്പാണ്. ഇതൊക്കെ കാലിൽ കൊണ്ടാലത്തെ അവസ്ഥയൊന്നും ആലോചിച്ച് നോക്കി. അപ്പോൾ ഇതുപോലത്തെ ഐറ്റങ്ങളൊന്നും ആരും വെള്ളത്തിൽ ഉപേക്ഷിക്കല്ലേ. ഇതിൻ്റെ കൂടെ നിറയെ മാറ്റിൻ്റെ പൊടികളുമുണ്ട്. ഇതെങ്ങനെ ഈ വെള്ളത്തിനടിയിൽ വന്നെന്ന് ഒരു പിടിയില്ല. ഒന്നേ ആരെങ്കിലും ഉപേക്ഷിച്ചായിരിക്കും. അപ്പോൾ ഇങ്ങനെയൊന്നും ആരും ചെയ്യല്ലേ. ഈ ഐറ്റം എന്താണെന്ന് എനിക്കൊരു പിടിയില്ല. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് ഈ കാസ്റ്റിംഗ് ഒന്ന് സൈഡ് മാറ്റി പിടിച്ച് നോക്കാം. അത്യാവശ്യം നല്ല ദൂരത്തോട്ട് പോകാനായിട്ട് നമ്മളിങ്ങനെ നമ്മുടെ മാറ്റ് ആട്ടി എറിയുന്നത്. കാരണം എന്തെങ്കിലും ഹെവി ആയിട്ട് നമുക്ക് ഇവിടുന്ന് കിട്ടിയാലോ. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. നമുക്ക് നോക്കാം എന്താണ് നമ്മളെക്കാത്ത് വെള്ളത്തിനടിയിൽ ഒളിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ഇതുപോലുള്ള സ്പോട്ടുകളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമ്മൾ ആ സ്പോട്ടൊക്കെ തേടി വരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ മാഗ്നറ്റ് എന്താണെങ്കിലും തിരിച്ചു വന്നിട്ടുണ്ട്. കണ്ടിട്ട് ഹെവി ഐറ്റങ്ങളൊന്നും ഇല്ലെന്ന് തോന്നുന്നു. ഈ കാസ്റ്റിങ്ങിൽ നമുക്ക് വെള്ളത്തിനടിയിൽ കിട്ടിയ ഒരു വെറൈറ്റി ഐറ്റമാണ്. ഇത് കണ്ടിട്ട് എന്താണെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. ഇത് കണ്ടിട്ട് എന്തിൻ്റെയോ പാർട്സ് ആണെന്ന് തോന്നുന്നു. ഇതിൻ്റെ സെൻട്രലായിട്ട് നിറയെ ഹോളുകളുണ്ട്, രണ്ട് സൈഡിലും ഹോളുകളുണ്ട്. ഇതെന്താ ഐറ്റം എന്ന് ഒരു പിടിയില്ല. അപ്പോൾ ഈ ഐറ്റം എവിടെയെങ്കിലും കണ്ടിട്ട് എന്തെങ്കിലും പരിചയമുള്ളവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. ഞാൻ ഈ ഐറ്റം ആദ്യമായിട്ടാണ് കാണുന്നത്. അത്യാവശ്യം നിറയെ തുരുമ്പുകളും കാര്യങ്ങളൊക്കെ ഉള്ള ഐറ്റമാണ് നമുക്ക് ഈ കാസ്റ്റിങ്ങിൽ കിട്ടിയത്. പിന്നെ ഇതിൻ്റെ കൂടെ നിറയെ മാറ്റിൻ്റെ പൊടികളുണ്ട്. നമുക്ക് എല്ലാ കാസ്റ്റിങ്ങിലും കിട്ടുന്നുണ്ട് കുറേ മാറ്റിൻ്റെ പൊടികൾ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഹെവി ഐറ്റം കിട്ടുന്നതാണ് പ്രതീക്ഷ. അപ്പോൾ നമ്മുടെ പ്രതീക്ഷ കൈവിടാതെ നമ്മൾ സ്പോട്ടിൽ നിൽക്കുകയാണ്. എന്തെങ്കിലും ഹെവി ഐറ്റം നമുക്ക് ഇവിടുന്ന് കിട്ടും. നമുക്ക് ആ ഒരു പ്രതീക്ഷയുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. അത്യാവശ്യം നല്ല ദൂരത്തോട്ട് കാസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ കാസ്റ്റിംഗ് നമ്മൾ സ്പോട്ട് മാറ്റിയാണ് പിടിച്ചിരിക്കുന്നത്. നമുക്ക് പതുക്കെ വലിച്ചു നോക്കാം. അത്യാവശ്യം നമ്മൾ മാഗ്നറ്റ് താഴാൻ വെയിറ്റ് ചെയ്ത് നിന്നിട്ടാണ് നമ്മൾ വലിക്കുന്നത്. ഈ സൈഡിൽ വന്നാൽ ഇച്ചിരി സ്പീഡിൽ വലിച്ചിട്ട് നമുക്ക് പണി കിട്ടും. വല്ലോ കമ്പോ എല്ലാം കൊണ്ട് നമ്മുടെ മാഗ്നറ്റ് അതിൽ സ്റ്റക്കായാൽ നമുക്കിവിടെ ഇറങ്ങാൻ പോലും പറ്റത്തില്ല. നമുക്ക് ഈ കാസ്റ്റിങ്ങിൽ എന്തായാലും അത്യാവശ്യം നല്ല വഴക്കമുള്ള ഐറ്റം കിട്ടി. ഇത് കണ്ടിട്ട് ഒരു സ്ക്രൂ ആണെന്ന് തോന്നുന്നു. നിറയെ തുരുമ്പോഴും കാര്യങ്ങളുണ്ട്. ഇത് കണ്ടിട്ട് നല്ല വഴക്കമുണ്ടെന്ന് തോന്നുന്നു. നിറച്ച് തുരുമ്പുണ്ട്. കാരണം ഇത് നല്ല ദ്രവിച്ച് തീരാറായൊരു പീസാണ്. ഇതിൻ്റെ ഹെഡൊക്കെ തീർന്നിട്ടുണ്ട്. അതുപോലെ തുരുമ്പാണ്. അപ്പോൾ എന്താണെങ്കിലും വെറൈറ്റി ഐറ്റം. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ അടുത്ത സ്പോട്ടിൽ കാണാം.